എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ബി ഗോപാലകൃഷ്ണൻ, ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് ലാൽകുമാർ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ഗോപാലകൃഷ്ണനിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന സമിതി ഓഫീസിൽ നിന്നാണോ ചന്ദ്രനിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്? ഹലോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ കേൾക്കാമോ? എനിക്ക് കേൾക്കാം, പറയൂ. ഈ ചന്ദ്രനിലേക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന സമിതി ഓഫീസിൽ നിന്നാണെന്ന് കേട്ടു, ശരിയാണോ? അയ്യോ, ഇത്ര വിവരമുള്ളൂ ഈ ചർച്ചക്കൊക്കെ ഇരിക്കുന്ന ആളുകൾ. ഇത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒന്നും അല്ല ടിക്കറ്റ് കിട്ടാൻ. അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്യണം. വേണമെങ്കിൽ ഞാൻ ശുപാർശ ചെയ്യാം, ബിജെപിയുടെ സംസ്ഥാനത്തിന്റെ സമിതി അംഗമെന്ന നിലയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ചുമതല എന്ന നിലയിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. അവിടെ യോഗ്യത ആരെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യും. അതായത് അതിന് ചില മിനിമം ക്രൈറ്റീരിയകൾ ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്നു എന്ന് കേട്ടു. അതായത് മിനിമം ക്രൈറ്റീരിയകൾ ഉണ്ടത്രേ. അതായത് ഈ ബി ജെ പിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല, രാജ്യത്ത് നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ചില ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടിക്കറ്റ് കിട്ടുന്നതെന്നാണ് അറിവ്. അല്ല, ഒന്നാമത്തെ കാര്യം തന്നെ ഈ ടിക്കറ്റ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടിയിട്ട് ഈ ക്യാൻസർ മറ്റേ ഫിലിം മേളയിലും ഗോവ ഫിലിമുകളിലും അങ്ങനെ ലോകത്തിലെ എല്ലാ ഫിലിമുകളിലും ഇരിക്കേണ്ട കാലം OC ടിക്കറ്റ് എടുത്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വിഷമായിരിക്കും ടിക്കറ്റ്. ഇത് ടിക്കറ്റ് കിട്ടാനായിട്ട് ഇത് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒന്നും അല്ലാന്ന്. ചന്ദ്രയാനിലെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടെ ഈ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഒന്നല്ല, അത് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ നിങ്ങൾ വിഷയത്തിലേക്കുള്ള ഇവിടെ ആൾക്കൂട്ട കൊലയെ പറ്റിയിട്ടോ ഇവിടെ BJPയെ കുറിച്ചിട്ടോ BJP വിരുദ്ധതയെ കുറിച്ചിട്ടോ ഒന്നും ചർച്ചയില്ല. ജനാധിപത്യപരമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. കേരളം ആദരിക്കേണ്ട ഇന്ത്യ ആദരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് സിനിമാ സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ. യാതൊരു സംശയമില്ല. ഞാനത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാ ആദരവപൂർവ്വമാണ്. പക്ഷെ ആദരവുണ്ട് എന്ന് പറഞ്ഞാൽ ആദരവ് ഇരുമ്പൊലക്കെയല്ല. അടൂർ ഗോപാലകൃഷ്ണനെ ഇതിനു മുമ്പ് സക്കറിയ അടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നല്ലോ. നിങ്ങൾ അത്യാവശ്യം വായിക്കുന്ന ആളല്ലേ. എന്തായിരുന്നു ഭാസ്കർ പട്ടേലരുടെ എന്തോ ഒരു കൃതിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ വിധേയൻ എടുത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടില്ലേ? എത്ര മോശമായിട്ടാണ് സക്കറിയ പറഞ്ഞത്. ഇനി അതിനുശേഷം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുഖാമുഖം, അതേപോലെ തന്നെ ഉള്ള ചില സിനിമകൾ, അനന്തരം, ഇത്തരം സിനിമയ്ക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനലിന് ഏറ്റവും പ്രിയപ്പെട്ട പുരോഗമന കലാസാഹിത്യ സംഘം എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം അമേരിക്കയിൽ നിന്ന് CIA കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് സിനിമ പഠിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? പ്രകോപിപ്പിച്ചത് എന്താണ്? ഈ ആൾക്കൂട്ട കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് അനുരാഗ് കശ്യപ് മുതൽ അപർണ സെൻ, ബംഗാളി ഡയറക്ടർ അപർണ സെൻ വരെയുള്ളവർ കത്തെഴുതിയിരുന്നു. ആ കൂട്ടത്തിൽ മലയാളികളായ 2 പേർ രേവതിയും അടൂർ ഗോപാലകൃഷ്ണനുമാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ ഈ കത്തിൽ നിങ്ങളെ പ്രകോപിപ്പിച്ചത് എന്താണ്? ഞാൻ നിങ്ങൾ ഇടയിൽ കയറിയിട്ട് പ്രകോപിതരാവരുത്. എന്നെ പ്രകോപിപ്പിച്ചതിന്റെ കാര്യം ചോദിച്ചു. നിങ്ങൾ പ്രകോപിതരാവുന്ന എങ്ങനെയാ? ഞാൻ പറയുന്നത് ശാന്തമായിട്ടൊന്ന് കേൾക്കൂ. അതായത് ആൾക്കൂട്ട കൊലയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അടൂരിൽ ഒരു ആൾക്കൂട്ട കൊല നടന്നല്ലോ. ഇനി ഈ വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു ആൾക്കൂട്ട കൊല നടന്നല്ലോ. അതുമാത്രമല്ല, കഴിഞ്ഞ 1.5 വർഷമോ 2 വർഷം മുമ്പല്ലേ ഒരു പാവം ആദിവാസിയെ തല്ലിക്കൊണ്ട ആൾക്കൂട്ട കൊല. സംസാരിക്കുന്നത് കേട്ടില്ലല്ലോ ഈ അടൂർ ഗോപാലകൃഷ്ണൻ. മിണ്ടിയത് ഞാൻ കേട്ടില്ല. ഇനി ആൾക്കൂട്ട കൊലയെ കുറിച്ചല്ല, മാനുഷികമായ പരിഗണന. ശരി, ഉരുട്ടിക്കൊന്നില്ലേ ഇപ്പൊ പോലീസുകാര്? പരിഗണിച്ചോ? ചവിട്ടിക്കൊന്നില്ലേ ഇവിടെ എറണാകുളത്ത്? പ്രതികരിച്ചോ? വേണ്ട, സ്വന്തം സഹപാഠിയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയില്ലേ? പ്രതികരിച്ചോ? വേണ്ട, ആന്തൂരിലൊരു വ്യവസായി ആത്മഹത്യ ചെയ്തില്ലേ? പ്രതികരിച്ചോ? വേണ്ട, പെരിയയിൽ 2 പേരുടെ കൊലപാതകം ഉണ്ടായില്ലേ? പരിഹരിച്ചോ? കോൺഗ്രസ്സുകാരാണ് ചെറുപ്പക്കാർ, പരിഹരിച്ചോ? ഞങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചവരാണ്. മറ്റൊന്നും കൊണ്ടല്ല. എന്തായിരുന്നു ആ കത്തിന്റെ പർപ്പസ് എന്ന് താങ്കൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പ്രത്യേകിച്ചും നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് മെൻഷൻ ചെയ്തുകൊണ്ടായിരുന്നു ആ കത്ത് ആരംഭിക്കുന്നത്. അത് അടൂർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല, 49 പേരുടെ ആ കത്തിൽ പറഞ്ഞു പോകുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ചാണ്. മാത്രമല്ല, എവിടെയാണ് നിങ്ങളെ ഈ പ്രകോപിപ്പിച്ച ജയ് ശ്രീറാം? ഈ ജയ് ശ്രീറാമിനെ കുറിച്ച് എന്താണ് ആ കത്തിൽ പറയുന്നത്? അതായത് നിങ്ങൾ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയാണോ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ? ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിങ്ങളുടെ ആളുകളാണ് കൊല്ലിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഔദ്യോഗികമായി അങ്ങ് ഏറ്റെടുക്കുകയാണോ? നിങ്ങളെ ഒന്ന് ശാന്തമായി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളെ ഇടയിൽ കേൾക്കൂ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആൾക്കൂട്ട കൊലയെ കുറിച്ചിട്ടുള്ള വ്യാകുലതയാണ്. ആൾക്കൂട്ട കൊലയെ കുറിച്ചിട്ടുള്ള മാനുഷിക സഹജമായ വേദനയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആൾക്കൂട്ട കൊല നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ?
അടൂർ ഗോപാലകൃഷ്ണൻ അറിഞ്ഞില്ലേ? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഈ മറ്റേ വയനാട്ടിൽ നിങ്ങൾ വാർത്ത മുക്കി, പക്ഷെ ദേശീയ മാധ്യമങ്ങൾ ആ വാർത്ത ഇട്ടു. ഒരു പാവം തമിഴനെയും തമിഴത്തെയും തല്ലിക്കൊന്നു. ആരെ തല്ലിക്കൊന്നു നിങ്ങൾ അന്വേഷിക്കേ, എന്തേ മിണ്ടിയില്ല. അപ്പോ ഇവര് ഇതൊന്ന് സെലക്റ്റീവ് ആവുന്നു, അതാണ് വിഷയം. രണ്ടാമത്തെ കാര്യം, പ്രകോപിതനാവാനുള്ള കാരണം, ഇത് കർക്കിടക മാസമാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം രാമായണത്തെ കുറിച്ച് ഏറെ ചിന്തിക്കുകയും ശ്രീരാമനെ കുറിച്ച് ഭക്തിയോടുകൂടി കാണുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 മാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരുന്നു. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ആൾക്കൂട്ട കൊലപാതകം, ശ്രീരാമന്റെ ജയ് ശ്രീരാം കൊലവിളി വിളിച്ച് നടന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? അവർ ബംഗാളിലെ കാര്യം, ഇന്നിപ്പോ ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ ബംഗാളിൽ ജയ് ശ്രീരാം വിളിക്കുന്നതാണ്. ബംഗാളിൽ ആൾക്കൂട്ട കൊല നടന്നോ? ബംഗാളിൽ ജയ് ശ്രീരാം വിളിച്ചതിന്റെ പേരിൽ കവറയിലിട്ടു മമതാ ബാനർജി. നിങ്ങൾ അറിഞ്ഞില്ലേ? ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എനിക്ക് ഇടപെടാമല്ലോ? വേറൊന്നുമല്ല, താങ്കൾ ഈ പറഞ്ഞതിൽ ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചു പോകാം, അതുകൊണ്ട് മാത്രം. അതായത് തബ്രീസ് അൻസാരി എന്ന മുസ്ലിം യുവാവിനെ കൊല്ലപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തുമ്പോൾ അയാളെ രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതായിരുന്നു. അതായത് നമ്മൾ വളരെ ഭക്തിസാന്ദ്രമായി വിളിക്കുന്ന ജയ് ശ്രീറാം എന്ന മന്ത്രം വിളിക്കാൻ ആവർത്തിച്ചുകൊണ്ട് ഇരുന്ന് ആ മനുഷ്യനെ തല്ലിക്കൊല്ലുകയായിരുന്നു. ജാർഖണ്ഡിൽ നടന്നതാണ്, 2 മാസത്തിനകം നടന്ന വിഷയമാണിത്. നിങ്ങൾക്ക് ഇതും പറയാം, ഇതിനപ്പുറവും പറയാം. ഇല്ല, ഇത് ദൃശ്യങ്ങളാണ് ശ്രീ വി ഗോപാലകൃഷ്ണൻ, ഞാൻ പറയുന്നതല്ല. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുന്നിലുള്ള വിഷയമാണത്. ഇത് കേക്കോ, നിങ്ങള് കഴിഞ്ഞ 2 മാസത്തിന്റെ ഉള്ളിൽ എത്ര, ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾ പ്രധാനമന്ത്രിക്ക് 10-40 ആളുകൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന ഒരു ഇൻസിഡന്റ് കണ്ടിട്ടാണോ? അല്ല, 846 കൊലപാതകങ്ങൾ നടന്നുവെന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2016 മാത്രം നടന്ന കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബി ഗോപാലകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കത്തെഴുതിയത്. 49 പേർ കത്തെഴുതിയത്. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാല്, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ, ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ അവതാരകർ ചോദിക്കാം, കേരളത്തിൽ എവിടെയെങ്കിലും ആൾക്കൂട്ട കൊല പോയിട്ട് ഒരു സംഘർഷം ജയ് ശ്രീരാം പറഞ്ഞിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 2 മാസമായിട്ട് ഇന്ത്യയിൽ നിങ്ങളിപ്പോ ഈ ചൂണ്ടിക്കാണിക്കുന്ന ജാർഖണ്ഡ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇൻസിഡന്റ് അല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നിരവധി ഇൻസിഡൻസ് കാണിച്ചു തരാൻ കഴിയും. കൊലപാതകം നടക്കുന്നില്ല എന്നേ ഉള്ളൂ. മുസ്ലിം യുവാക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നു ജയ് ശ്രീറാം എന്ന ചാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ശ്രീരാമനെ അപമാനിക്കുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾ അങ്ങോട്ട് പറയുമ്പോ കേക്കപ്പാ, ഈ ജാർഖണ്ഡിലെ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണോ 49 പേര് കത്തെഴുതിയത്? അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിന് കത്തെഴുതണ്ടേ? സഹപാഠിയെ കുത്തിയില്ലേ? ഉരുട്ടിക്കൊലപാതകം നടന്നില്ലേ? എന്റെ കത്തെഴുതിയില്ല പിണറായി വിജയന്? ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ? എന്റെ ഒരു കാര്യം മാത്രമല്ല, അദ്ദേഹം ആ കത്തിൽ പറയുന്നു ഇന്ത്യ മുഴുവൻ അശാന്തിയാണെന്ന്. ഇന്ത്യയിൽ എവിടെ അശാന്തി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യ മുഴുവൻ അശാന്തിയാണെന്ന് പറയാൻ എവിടെയാണ് ഇന്ത്യയിൽ അശാന്തി? ഇപ്പൊ എന്ത് സംഭവം നടന്നിട്ടാ ഇങ്ങനെ എഴുതുന്നത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതായത് നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും ഒക്കെ നിശബ്ദരാക്കി കളയാമെന്നുള്ള ഈ ഭീഷണിയൊന്നും ഇവിടെ വില പോകില്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെനിക്ക് വിരോധമില്ല. ഇതാണ് ഭീഷണി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് ഭീഷണി, ഞാൻ പറഞ്ഞതല്ല ഭീഷണി. എന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. BJPയുടെ ഒരു വാക്ക് പോലും ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല. ഗവൺമെന്റിനെ കുറിച്ച് ഒരു കാര്യം പോലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ശ്രീരാമൻ ജയ് ശ്രീരാം ഒരു കൊലവിളിയല്ല. ജയ് ശ്രീരാം ഒരു കൊലവിളിയാണ് എന്നുണ്ടെങ്കിൽ ആ ജയ് ശ്രീരാം വിളി ഇന്ത്യ മുഴുവൻ ഇനിയും ഉണ്ടാവും. സമീപ രാജ്യങ്ങളായിട്ടുള്ള കൊളംബോയിൽ രാമനുണ്ട്, പാകിസ്ഥാനിൽ രാമനുണ്ട്, ഇന്ത്യ മുഴുവനും രാമനുണ്ട്. അപ്പൊ രാമനെ ശ്രീരാം വിളി കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ ചന്ദ്രനിൽ എന്നാ പറഞ്ഞത്. എങ്ങോട്ടേക്കും പോകാൻ പോകുന്നില്ല. പിന്നെ ഒരു ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം, എന്തും. അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ കാര്യമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ ഇനി ഓരോ ഇന്ത്യക്കാരനും ഈ ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്യും. അതിനിടയിൽ നിങ്ങളിപ്പോൾ എത്ര പേർക്കെതിരെയായി, നിങ്ങൾ എത്ര പേർക്കെതിരെ വാളെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു? അതായത് ഭീഷണിപ്പെടുത്തുന്നവരെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഭീഷണിയുടെ ഭാഷയിൽ സംസാരിച്ച് നിശബ്ദരാക്കി കളയാം എന്നുള്ള ഒരു ലൈൻ സ്വീകരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ നേരത്തെ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവരെ എത്ര മാത്രമാണ് നിങ്ങളൊക്കെ വിമർശിച്ചിട്ടുള്ളത്? എത്ര മാത്രം? ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ലല്ലോ അല്ലെ? അരുന്ധതി റായിയുടെ ഒരു പുസ്തകം
സമീപകാലത്തല്ല, കുറച്ച് നാളായി. ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ദേശഭക്തയല്ല. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് നോക്കൂ. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, കാശ്മീർ വിട്ടുകൊടുത്തോളൂ, പാകിസ്ഥാന് വിട്ടുകൊടുത്തോളൂ, അല്ലെങ്കിൽ കാശ്മീർ ഇഷ്ടമുള്ളവർക്ക് വിട്ടുകൊടുത്തോളൂ, ഇന്ത്യയുടെ ഭാഗമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ ഭാഗമല്ല, വിട്ടുകൊടുത്തോളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അംഗീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ഈ പറയുന്ന ഞാൻ ദേശഭക്ത അല്ല എന്നുള്ളത് അത് അരുന്ധതി റോയുടെ പുസ്തകമല്ല. അരുന്ധതി റോയ് അത്തരത്തിലൊരു പുസ്തകം എഴുതിയിട്ടില്ല. അരുന്ധതി റോയിയുടെ അഭിമുഖങ്ങൾ ചേർത്ത് വെച്ച് വിവിധ മാധ്യമ പ്രവർത്തകർ ചേർത്ത് DC ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ ഈ ഞാൻ ദേശഭക്തയല്ല എന്ന പോർഷനിൽ പറയുന്നത് മുഴുവൻ എന്തുകൊണ്ട് ഞാൻ ദേശഭക്തയല്ല എന്നുള്ളതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇവിടെ കൊട്ടിഘോഷിക്കുന്ന ദേശഭക്തിയോട് എനിക്ക് ആദരവില്ല എന്ന് പറയുന്നത്. ഈ കാരണങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മാതൃഭൂമിയിൽ വന്ന ലേഖനം ഉണ്ടായിരുന്നല്ലോ, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, അത് ആർക്കാണ് വിട്ടുകൊടുത്തോളാൻ പറഞ്ഞിട്ട്. അതിനെതിരെയല്ലേ സുകുമാർ അഴീക്കോട് ലേഖനം എഴുതിയത്? ഓർമ്മയില്ലേ? ഇതൊക്കെ വല്ലതൊക്കെ വായിച്ചിട്ടൊക്കെ വേണ്ടേ വന്നിരിക്കാനായിട്ട്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതന്നെ ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ദേശഭക്തയല്ല എന്നുള്ളത് അരുന്ധതി റോയുടെ ഒരു പുസ്തകമേ അല്ല. അത് അവരുടെ ഇന്റർവ്യൂസ്, അവരുടെ അഭിമുഖങ്ങൾ ചേർത്ത് കുറച്ച് മാധ്യമ പ്രവർത്തകർ ചേർത്ത് എഴുതിയ DC ബുക്സ് പുറത്തിറക്കിയ രവി DC, അതായത് അതിൽ താങ്കൾ ഈ പറയുന്ന ഞാൻ ദേശഭക്തയല്ല എന്നുള്ളത് രവി DC നടത്തിയ ഒരു അഭിമുഖമാണ്. പച്ചക്കുതിര എന്ന് പറയുന്ന മാഗസിനിൽ 2011 പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖമാണ്. എന്തെങ്കിലും എന്റെ വീട്ടിലെ പുസ്തകമുണ്ട്, ഞാൻ ദേശഭക്തയല്ല അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ പുസ്തകമല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ ദേശഭക്തയല്ല എന്നുള്ളത് അരുന്ധതി റോയുടെ പുസ്തകമല്ല, അത് നമ്മുടെ വിഷയവുമല്ല. ആ പുസ്തകം മാധ്യമ പ്രവർത്തകർ ഒരു കൂട്ടം NK ഭൂപേഷ്, ഒപ്പം തന്നെ U ജയചന്ദ്രൻ, രവി DC ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ അഭിമുഖം. ഈ അഭിമുഖത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ദേശഭക്തയല്ല എന്നുള്ള പുസ്തകം. ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അവരെന്ത് അവരുടെ പുസ്തകമാണല്ലോ, അവരുടെ അല്ലെങ്കിലും ഞാൻ ദേശഭക്തയല്ല എന്ന് പറഞ്ഞ അരുന്ധതി റോയിയുടെ ചിത്രം വെച്ചുകൊണ്ട് അരുന്ധതി റോയി വന്നിട്ടുള്ള പുസ്തകത്തിൽ മാത്രമല്ല, മാതൃഭൂമിയിൽ അവർ ലേഖനം എഴുതിയിരുന്നല്ലോ. ഇത് നിരവധിയായി, അതായത് നിരവധി ഇൻസിഡൻസ് ആയി. ജയ് ശ്രീറാം എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന ഒരു മന്ത്രമായി മാറിയിരിക്കുന്നു രാജ്യത്ത്. ആ സമയത്താണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനെ അപലപിച്ചുകൊണ്ട് കത്തെഴുതിയ സാംസ്കാരിക പ്രവർത്തകർ ഭീഷണി നേരിടേണ്ടി വരുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഇവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും എടുത്ത് വായിച്ചതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത്, ശ്രീരാമൻ എന്താണെന്നോ എന്താണ് ശ്രീരാമൻ പറഞ്ഞതെന്നോ ഇതുവരെ മനസ്സിലാകാത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJPയും ഇപ്പോൾ ഈ ഫേസ്ബുക്ക് എഴുതിയ ശ്രീ ഗോപാലകൃഷ്ണനുമാണ്. അദ്ദേഹത്തിന് ശ്രീരാമനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ലായിരുന്നു. ഞാൻ ആ വശത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ഇവിടെ ശ്രീരാമനല്ല ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഒരു ജാതി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ, അതാണ് ഇപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. BJP അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും നമുക്കറിയാം, ദൈവത്തിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞോ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ഇവിടെ ഇപ്പോൾ ഇവിടെ എന്താണ് പ്രവോക്ക് ചെയ്തത്? ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചാണ്. ഒരു സത്യവും ധർമ്മവും നീതിയും നടപ്പാക്കണമെന്ന് പറഞ്ഞ ശ്രീരാമൻ്റെ പേരിൽ അത് ജയ് ശ്രീരാം വിളിച്ചില്ല എന്ന പേരിൽ ആൾക്കൂട്ടം ഒരുമിച്ച് നിന്ന് BJPയുടെ പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ, ചെറുപ്പക്കാരെയൊക്കെ തല്ലിക്കൊല്ലുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ശരിയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ രാജ്യമാണ്. ഇവിടെ മതേതരത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ ജാതിയുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞോ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത് ശരിയല്ല എന്നാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് കേട്ട് എല്ലാവർക്കും മനസ്സിലായി. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ ശ്രീ ഗോപാലകൃഷ്ണനും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ പ്രവോക്ക് ചെയ്തത്? എന്താണ് BJP അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇവിടെ പ്രവോക്ക് ചെയ്തത്? ഇവിടെ അവർ കുറേ കാലമായി നടത്തുന്ന വലിയ ബിസിനസ്സാണ്. അവർ ഹിന്ദു എന്ന് പറയുന്നതും BJP പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും ഒന്നല്ല. ഇവിടെ BJPയെ സംബന്ധിച്ച്
ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇത്തരത്തിൽ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എവിടെയാണിപ്പോൾ ശ്രീരാമൻ? ഇവർ കർസേവ നടത്തി, ഇവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയുമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കല്ലും ഇഷ്ടികയും മണ്ണുമായി ചെന്ന് അവിടെ അമ്പലം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് കർസേവ നടത്തി. അവസാനം ഇപ്പം എന്തായി? 27 വർഷമായി ശ്രീരാമൻ സുപ്രീം കോടതിയുടെ വരാന്തയിലിരിക്കുക. അത്തരത്തിലൊരു അവസ്ഥയുണ്ടാക്കിയത് BJP ആണ്. ഇവിടെ ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന, അല്ലെങ്കിൽ ഭക്തർ മനസ്സിലാക്കിയിരുന്ന ശ്രീരാമൻ, ആ ശ്രീരാമന്റെ ചിത്രവും ഇവർ പറയുന്ന ശ്രീരാമന്റെ ചിത്രവും തമ്മിൽ വ്യത്യസ്തമാണ്. ഞാൻ അതിൻ്റെ ജാതീയമായ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലങ്ങളിലും BJP ചെയ്യുന്ന ഈ ജാതി രാഷ്ട്രീയം, അതിപ്പോൾ മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഇന്ത്യയുടെ ഈ ഇന്ത്യ എന്ന സെക്യുലർ സ്റ്റേറ്റിൽ, ഇന്ത്യ എന്ന ഈ സെക്യുലർ രാജ്യത്ത് ഏത് ജാതിയുടെ പേരിലാണെങ്കിലും രാഷ്ട്രീയം ചെയ്യുക എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും വർഗീയതയുടെയും പേരിൽ നടക്കുന്ന ഈ രാഷ്ട്രീയത്തെയാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇനിയാണെങ്കിലും, അതായത് ബി ഗോപാലകൃഷ്ണൻ ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇനിയാണെങ്കിലും ഇത്തരത്തിൽ തന്നെയായിരിക്കും നിലപാട്. ജയ് ശ്രീറാം വിളിക്കാത്തവർക്ക് ചന്ദ്രനിലേക്ക് പോയിക്കൊള്ളാം. പാകിസ്ഥാൻ എന്നുള്ള ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. എങ്ങനെ നോക്കിക്കാണുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ? അല്ല, ഇത് ക്ലിയർലി അദ്ദേഹത്തിൻ്റെ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും ഇതിന് സൈക്കോളജിയിൽ. കാര്യം കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് ഓൺലൈൻ സ്പേസുകളൊന്നും കിട്ടാതെ, ഇലക്ഷന് സീറ്റ് കിട്ടാത്ത വ്യക്തിക്ക് നോർമൽ കോഴ്സിൽ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തി കൂടെ ആകുമ്പം അവർ മീഡിയ സ്പേസ് അധികം ശക്തമായി നോക്കും. ആ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ ആണെന്നുള്ളതാണ് ആദ്യത്തെ സത്യം. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കോൺട്രിബ്യൂഷൻ ഈ കേരളത്തിൽ വളരെ അധികമാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൈയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണന്മാർ, ഈ ഒരു ഗോപാലകൃഷ്ണൻ മാത്രമല്ല, ഇന്ത്യയിൽ പല ഗോപാലകൃഷ്ണന്മാരെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഗോപാലകൃഷ്ണന്മാരെ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ആ ചന്ദ്രയാൻ വിട്ടു, ആ ചന്ദ്രൻ ആ PSLV വിട്ടപ്പോൾ അതേ കെട്ടി ഇവരെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഈ നാട് നന്നായനെ. കാര്യം ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും ശ്രീരാമന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും ഹനുമാന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും ഇതുപോലുള്ള കുറെ സാമൂഹിക വിരുദ്ധരാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്, സാമൂഹിക വിരുദ്ധരാണ്. അവർ രാഷ്ട്രീയത്തിലൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു പ്രശ്നമാണ് ജനാധിപത്യം ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മര്യാദകേടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തെ നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ജയ് ശ്രീരാമൻ എന്ന് വിളിക്കുന്നതിന് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ഈ നാട്ടിൽ എന്താണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളത്? പക്ഷേ ജയ് ശ്രീരാമൻ എന്ന് വിളിച്ച് മറ്റുള്ള ഒരു മതസ്ഥനെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ഒരാളെ തന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പം അത് നമ്മൾ എതിർക്കും എന്ന് പറയണ്ടേ? കഴിഞ്ഞ ജൂൺ 2018 ജൂണിൽ സുപ്രീം കോടതിയുടെ ഒരു 11 പോയിന്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. മോഡി സർക്കാരിന് കൊടുത്ത ഗൈഡ് ലൈൻസ് ആണ്, ഇദ്ദേഹത്തിന്റെ നേതാവിന് കൊടുത്ത ഗൈഡ് ലൈൻസ് ആണ്. പോയി ഒന്ന് വായിച്ചു നോക്കണം. വക്കീൽ പണിയൊക്കെ അറിയാവുന്ന ആളല്ലേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 11 പോയിന്റ് ഗൈഡ് ലൈൻസ് സുപ്രീം കോടതിയുടെ ഒന്ന് വായിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ് സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന്. ലിഞ്ചിങ്, മോബിനെതിരെ ഉണ്ടായിരുന്ന കൃത്യമായ ഡയറക്ഷനാണ് സുപ്രീം കോടതി കൊടുക്കുന്നത്. അതിനനുസരിച്ച് നിയമം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ചുമ്മാതെ വഴി കൂടെ പോകുന്ന ആൾക്കാരെ എല്ലാം കൂടെ ചന്ദ്രനിലോട്ട് അയക്കണമെന്നും പാകിസ്ഥാനിലോട്ട് അയക്കണമെന്നും പറയുന്ന ഒരു ഫാസിസ്റ്റ് ശക്തിയുടെ ഒരു ഡൂക്കിലി നേതാവ് വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കുമെന്ന് വിചാരിക്കണ്ട. പിന്നെ അടൂരിന്റെ വീട്ടിൽ പോയി നിങ്ങൾ ചെയ്യുന്നു. ഈ നാട്ടിൽ UP ബീഹാർ ഒന്നുമല്ല. ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ നട്ടലില്ലാത്ത കുറെ നേതാക്കന്മാരുണ്ട് UPയിലും ബീഹാറിലും ഒഡീസയിലും ഒക്കെ. അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് നടക്കും. ഈ നാട് മതനിരപേക്ഷമായ ഒരു നാടാണ്. ഗോപാലകൃഷ്ണൻ അല്ല, ഗോപാലകൃഷ്ണനെക്കാട്ടിലും വലിയ ആൾ വിചാരിച്ചാൽ ഇവിടെ അടൂരിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയ് ശ്രീറാം എന്ന് പറയുന്നത് വളരെ ദൈവികമായി, അല്ലെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായി പറയേണ്ട ഒരു മന്ത്രമാണ്. പക്ഷേ അത് ഒരു വിഭാഗത്തെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്നുവെങ്കിൽ ശ്രീരാമനെങ്കിലും അത് ക്ഷമിക്കുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയും ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയും ഒക്കെ ഒരേപോലെ ആദരിക്കുന്ന സാംസ്കാരിക ബിംബമാണ് ശ്രീരാമൻ. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരുപക്ഷെ ഏറ്റവും നല്ല രാമഭക്തരിൽ ഒരാളാണ്. ഇവിടുത്തെ വിഷയം ഒരുപക്ഷെ അതല്ല. ആ ജയ് ശ്രീറാം ചില ആൾക്കാർ തെറ്റായി ഉപയോഗിക്കുന്നുണ്ടാകാം, അല്ലാഹു അക്ബർ ചില ആൾക്കാർ തെറ്റായി ഉപയോഗിക്കുന്നുണ്ടാകാം. ചില ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ആ പ്രത്യേക മന്ത്ര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ കോട്ടം തട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ
വേണുഗോപാൽ സാർ വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് അദ്ദേഹത്തിലൂടെ പോകാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പത്മശ്രീ നൽകി, പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച നമ്മളെല്ലാം ആരാധനയോടെ കാണുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തോട് ചിലപ്പോഴെങ്കിലും തോന്നുന്ന വിഷമം, നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ആൾക്കൂട്ടത്തിന്റെ കല്ലേറ് കൊണ്ട് ചന്ദ്രൻ ഉണ്ണിത്താൻ എന്നൊരാൾ ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് മരിച്ചല്ലോ. ആ ചന്ദ്രൻ ഉണ്ണിത്താനെ കുറിച്ച് അടൂർ ഗോപാൽ സാർ ഒരു വാക്കുപോലും പറഞ്ഞു കണ്ടില്ല. ഞങ്ങളടക്കമുള്ള ഒരുപാട് ഭക്തർ ഒരുപാട് വേദനയോടെ ശബരിമല പോരാട്ടങ്ങളിൽ പങ്കെടുത്തു. പലർക്കും ഒരുപാട് ദുരിതങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. കേരളത്തിൽ നടക്കുന്ന പ്രശ്നത്തിന് രജനീകാന്ത് എന്ന് പറയുന്ന മഹാനായ വ്യക്തി തമിഴ്നാട്ടിൽ നിന്ന് അയ്യപ്പ ഭക്തരെ സപ്പോർട്ട് ചെയ്തു. ഒരു ഗാന്ധിയനായ എല്ലാവരും ആദരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒരു നിലപാടും മറ്റും എടുത്ത് കണ്ടില്ല. അപ്പൊ ചിലപ്പോഴെങ്കിലും സെലക്ടിവിറ്റി ഉണ്ടോ എന്നൊരു സംശയം. അദ്ദേഹത്തെ പോലെ എല്ലാവരും ആദരിക്കുന്ന ശ്രീ കമൽ സാറിനെ പോലെയോ MT സാറിനെ പോലുള്ളവർ ആദരിക്കുമ്പോൾ അവരുടെ നിലപാടുകൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ഒന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ സാധാരണ ജനതയ്ക്ക് ഒരുപക്ഷെ വിഷമം തോന്നിയേക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മഹാനെ ആരും എഴുത്തി കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു വിഭാഗം സാധാരണ വിശ്വാസികൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ അതിനെ അസഹിഷ്ണുതയോടെ കാണേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന്റെ മഹത്വം ഒന്നും കുറച്ച് കാണുകയല്ല. പക്ഷേ ജയ് ശ്രീറാം പോലെ, രാമൻ പോലെ സെൻസിറ്റീവായ ഒരു വിഷയം ഈ കർക്കിടക മാസത്തിലും അയ്യപ്പനും ഒക്കെ വിശ്വാസികളുടെ മനസ്സിൽ വളരെ ടച്ചിയായ വിഷയങ്ങളാണ്. ഇപ്പൊ ഉദാഹരണം, അല്ലാഹു അക്ബറിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എതിർക്കേണ്ടതാണ്. അതേപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലൊരു ഗാന്ധിയൻ ഈ ഒരു ലെഫ്റ്റ് തീവ്ര ഇടതുപക്ഷ ചായവുള്ള ചിലർ എഴുതിയ എഴുത്തിൽ അദ്ദേഹം ഒരു ബ്ലൈൻഡ്ലി എൻഡോസ് ചെയ്തോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോട് ഒരു പരിഭവമായിട്ട്, അദ്ദേഹത്തെ ആദരിക്കുന്നവരുടെ പരിഭവമായി അദ്ദേഹം ഇത് എടുക്കണം. മാധ്യമങ്ങൾ ഒരുപക്ഷെ അങ്ങനെ എടുക്കണം. ശരി, ആകട്ടെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ ഈ കത്ത് കണ്ടിരുന്നു, പ്രത്യേകിച്ച് ഈ 49 സാംസ്കാരിക പ്രവർത്തകർ നൽകിയ കത്ത്. അതിൽ താങ്കൾ പറയുകയുണ്ടായി ജയ് ശ്രീറാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളി കേൾക്കാൻ പറ്റില്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചന്ദ്രനിലേക്ക് പോയിക്കൊള്ളൂ എന്നാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ അതിൽ ഒരിടത്ത് പോലും ജയ് ശ്രീറാമിനെ ഇകഴ്ത്തി പറയുന്നില്ല. ഈ കത്തിൽ ഈ ഓപ്പൺ ലെറ്ററിൽ ഒരിടത്ത് പോലും ജയ് ശ്രീറാമിനെ ഇകഴ്ത്തി പറയുന്നില്ല. പിന്നെ എന്തിനാണ് താങ്കൾ ഈ പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്? എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ താങ്കളോടാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും ചോദിച്ചാൽ ഞാൻ പറയാം. ഇതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇരുമ്പൊലൊക്കെയല്ല, ഒരു ഭാഗത്ത് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഫേസ്ബുക്കിൽ എല്ലാവരും അഭിപ്രായം എഴുതാറുണ്ട്. എന്റെ സുഹൃത്ത് ജയശങ്കർ എത്ര അഭിപ്രായങ്ങൾ എഴുതാറുണ്ട്, എത്രയോ ആളുകൾ അഭിപ്രായങ്ങൾ എഴുതാറുണ്ട്. അദ്ദേഹം ശരി, ഞാൻ അദ്ദേഹം ആ ചോദ്യം കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ദീപ്തി മേരി വർഗീസ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലോക്സഭ 2 ബില്ലുകൾ പാസ്സാക്കിയെടുത്തത്. ഒന്ന് UAPA ബില്ലും ഒന്ന് NIA ആക്ടും. ഈ 2 ബില്ലുകളും പാസ്സാക്കിയെടുക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന ഭീതി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. കാരണം ഇനി വരാൻ പോകുന്ന ക്രൈം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭീകരനായി മുദ്ര കുത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനി ഒരു ലോയുടെ ഒന്നും ആവശ്യമുണ്ടാകില്ല. ഒരു CIO SIO വിചാരിച്ചാൽ പോലും ഒരു വ്യക്തിയെ ഭീകരനായി മുദ്ര കുത്താൻ കഴിയുമെന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറും. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിൽ ജയ് ശ്രീറാം ഉൾപ്പെടെയുള്ള വിളികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു പാർലമെന്റിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാടെന്ന്. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, ഒരു പ്രതിരോധത്തിന്റെ ശബ്ദം പോലും ഉയരാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജയ് ശ്രീറാം വിളിക്കുന്ന അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്കോ മാധ്യമ പ്രവർത്തകർക്കോ എഴുത്തുകാർക്കോ ഒക്കെ തന്നെയും ചന്ദ്രനിലേക്ക് പോകേണ്ടി വരും. ഇല്ല, പാർലമെന്റിൽ പ്രതിരോധിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. താങ്കൾ ആ ചർച്ച കണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷാംഗങ്ങൾ, പ്രധാനപ്പെട്ട പലരും അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല? പിന്നെ എന്തുകൊണ്ട് എതിർത്ത് വോട്ട് ചെയ്തില്ല? ഇല്ല, താങ്കൾ ചോദിച്ച ചോദ്യം ഇത്തരത്തിലുള്ള പ്രവണതയുള്ള ഈ സാഹചര്യത്തിൽ ആ ബില്ലിനെ യോജിച്ചല്ലോ വോട്ട് ചെയ്തത്. അതായത് ഇന്നലെ UAPA ബില്ലിന്റെ കാര്യത്തിൽ ഇറങ്ങിപ്പോയി, NIA ബില്ലിന്റെ കാര്യത്തിൽ വോക്കൗട്ട് ചെയ്യുകയാണ്. ഇല്ല, NIA ബില്ലിന്റെ കാര്യത്തിൽ NIA ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു കൊടുത്തു കോൺഗ്രസ്. അതിലാകെ OICയും CPM MP മാത്രമാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഒറ്റപ്പെട്ട ശബ്ദങ്ങളാകാൻ പാടില്ല ശ്രീ ദീപ്തി മേരി വർഗീസ്.
പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധമുയർത്തേണ്ട സ്ഥലത്ത് പ്രതിരോധമുയർത്തണം. പ്രത്യേകിച്ചും സർക്കാരിന് മഹാഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്റിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരത്തിലൊരു പ്രതിരോധം ഉയർത്താൻ കഴിയാത്തത്? പക്ഷെ അങ്ങനെയല്ല, ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത്. എതിർത്ത് വോട്ട് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കോൺഗ്രസ്? അതിന്റെ അകത്ത് വളരെ ശക്തമായി എതിർക്കുകയും വോക്കൌട്ട് ചെയ്യുക, അത് സാധാരണ പാർലമെന്റിൽ ചെയ്യുന്ന ഒരു പ്രതിഷേധം തന്നെയാണത്. എതിർത്ത് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഒറ്റ കാര്യം. അതിന്റെ അകത്ത് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. അതിനെ ശക്തമായി അപലപിക്കുകയും എതിർപ്പുകൾ ചരിത്രം രേഖപ്പെടുത്തും. ശ്രീ ദീപ്തി മെരുവഗീസ്, ഈ എതിർപ്പുകൾ ചരിത്രം രേഖപ്പെടുത്തും. അല്ല, അതിനെ ശക്തമായി അപലപിക്കുകയും ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പ്രസംഗങ്ങൾ താങ്കൾ കേട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ 70 വർഷക്കാലമായി കാത്തു സൂക്ഷിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുമ്പോട്ട് പോയത് കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി BJP ഭരിക്കാൻ വന്നതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള മോബ് ലിഞ്ചിങ് എന്നുള്ള വാക്ക് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ തുടങ്ങിയത്. മോബ് ലിഞ്ചിങ്, ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ചെയ്തില്ല എങ്കിൽ, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ആളുകൾ കൂടി നിന്ന് ഒരു വ്യക്തിയെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുകയാണ്. വേൾഡ് കൺട്രീസ് പോലും അതിനെ പലപ്പോഴും അപലപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം മോശം ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം, ഇന്ത്യയുടെ ഹിസ്റ്ററി, ലെഗസി എന്നൊക്കെ പറയുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ വളരെ അത്ഭുതത്തോടെ, വളരെ ആദരവോടെ കണ്ടിരുന്നതാണ്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത്, ആ മതേതരത്വമാണ് ഇവിടെ ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള BJPയുടെ നേതാക്കന്മാർ തകർത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു വാചകം അവിടെ പറയുകയുണ്ടായി, കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകമൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. കേരളത്തിൽ അത്തരത്തിൽ നടത്താൻ കഴിയില്ല ശ്രീ ഗോപാലകൃഷ്ണൻ, അത്തരത്തിൽ നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നടക്കാത്തത്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പറയുന്ന ഈ തീവ്ര ഹിന്ദുത്വം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്തായിരുന്നു BJPയുടെ അജണ്ട? പല സംസ്ഥാനങ്ങളിലും ചെന്ന് ചോദിച്ചാൽ മനസ്സിലാകും. നിരക്ഷരരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഭക്തിയുടെ പേരിൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയാണ് വളരെ പച്ചയ്ക്ക്. ഇത്തരത്തിൽ ഈ രാജ്യം മുമ്പോട്ട് പോയാൽ ഈ രാജ്യം വിഭാഗീയതയുടെ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെടുന്നത് അതൊരു ആശാസ്യമായ വസ്തുതയല്ല. ദയവായി തുടരുക. ശ്രീ ലാൽകുമാർ, നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ ഇത്തരത്തിൽ ജയ് ശ്രീറാം വിളി അതൊരു ഭീതിതമായ മന്ത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ച് ഇതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. BJPക്ക് അക്കാര്യത്തിൽ ഒരു കുറ്റബോധവുമില്ല. അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമുക്കറിയാമല്ലോ, ആൾക്കൂട്ട കൊലപാതകങ്ങളെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രി അപലപിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു പോലീസ് ഓഫീസർ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അപർണയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ള പോലെ തോന്നുന്നു. BJP അവരുടെ നിലപാട് മാറ്റിയാലാണ് എനിക്ക് അത്ഭുതം. ഇവർ മാറ്റിയാലാണ് അത്ഭുതം. കാര്യം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അതിന്റെ നേതാക്കളിൽ നിന്ന് ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനകത്ത് എന്നാ സംശയം? പിന്നെ മോഡിജി പറയുന്നത്, അദ്ദേഹം റിയൽ എക്സിക്യൂട്ടീവായിട്ട് ഇരിക്കുമ്പം അദ്ദേഹത്തിന് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഫ്രിഞ്ച് എലമെന്റുകളെ നിലയ്ക്ക് നിർത്താൻ എന്തേലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് മുമ്പേ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്, സുപ്രീം കോടതിയിലെ 11 പോയിന്റ് ഗൈഡ് ലൈൻസ് കൃത്യമായി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ബാധകമായി കൊടുത്തിട്ടുള്ളതാണ്. എന്തേലും ചെയ്തിട്ടുണ്ടോ? ഒരു വിരൽ ഇവർ അലക്കിയിട്ടുണ്ടോ? അനക്കില്ല. പോട്ടെ, ഒന്നും വേണ്ട. ഈ പറയുന്ന ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വർഗീയ കാര്യങ്ങൾ പറയുകയും അതിനെ എയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാവുന്നതാണ്. അതൊന്നും സത്യം സർക്കാർ എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. കാര്യം ഇങ്ങനെയുള്ള വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരെ വളരെ കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടൂർ ആരാന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത്? ഇവരുടെ ഒരു പ്രശ്നം ഇതാണ്, ഇവര് കൾച്ചറലി അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ, സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശ്രമം. കാര്യം എഴുത്തും വായന അറിയാവുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. കാര്യം ഇവരുടെ കൂട്ടത്തിൽ എഴുത്തും വായന ഉള്ളവരാരും ഇല്ല. കാര്യം എഴുത്തും വായന ഉള്ളവർ ഇവരുടെ കൂട്ടത്തിൽ ചേരില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇവര് എപ്പോഴും ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം കൾച്ചറൽ അജണ്ടയിൽ
അവർ മുന്നോട്ട് നീങ്ങുകയും നമ്മളെ തകർക്കാൻ നോക്കുകയും ചെയ്യും. അതിനെതിരെ കേരളത്തിന് ഒരു വലിയ ശബ്ദം ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പൊ രാഹുൽ ഈശ്വർ പല കാര്യങ്ങളും അതിനകത്ത് ലിബറലിസം ഉണ്ട്, ലിബറൽ ആസ്പെക്ട് ഉണ്ട്. ഞാൻ എതിർക്കുന്നൊന്നുമില്ല. കാര്യം അവരുടെ കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ. ഈ തിരിച്ചു പറയാനേ അടൂരിന് സൗകര്യമില്ലായിരുന്നു അങ്ങനെ പറയാൻ. അങ്ങനെ സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റുമോ? ഇല്ല. സെലക്ടീവ് ആകുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? എന്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യത്തിന് ഞാൻ പ്രതികരിക്കത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് നിർബന്ധിച്ച് ഇവരിങ്ങനെ പ്രതികരിച്ചാൽ പറ്റൂന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാണ്? അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ്? അടൂരിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം കാണും. അടൂരിന് രാഷ്ട്രീയം ഉള്ളതിനനുസരിച്ചല്ലേ സംസാരിക്കത്തുള്ളൂ. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരുപോലാണോ പ്രതികരിക്കുന്നത്? അല്ല. കാര്യം ഒരു CPIMന്റെ ഒരാളെ ഒരു ബാക്ക് ഫൂട്ടിൽ വരുന്ന കാര്യത്തിൽ ഞാൻ പെരുമാറുന്നതും അല്ലെങ്കിൽ RSSകാരനെ ഞാൻ അറ്റാക്ക് ചെയ്യുന്നതും സെയിം ആണോ? അല്ല. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ പൊളിറ്റിക്സ് അടൂരിനും ബാധകമാണോ? ഇവർക്ക് മാത്രം ബാധകമുള്ള കാര്യമാണോ? ഇവർ പറയുന്ന രീതിയിൽ തന്നെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? ശ്രീ രാഹുൽ ഈശ്വർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ജയ് ശ്രീറാം വിളി. പ്രത്യേകിച്ചും ഈ തബ്രീസ് അൻസാരിയുടെ മരണത്തിന് ശേഷമാണ് ജയ് ശ്രീറാമിന്റെ ഭീകരതയെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വീഡിയോസ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ നിർബന്ധിച്ച് മുസ്ലിം വേഷധാരികളെ കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ജയ് ശ്രീറാം വിളിയോ അല്ലെങ്കിൽ ജയ് ഹനുമാൻ വിളിയോ ഒക്കെ ഒരു മതേതര രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമായ വിഷയമല്ല. പക്ഷേ അതിന് കൃത്യമായി തന്നെ പറയണം, സംഘപരിവാർ ശക്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യം കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ ജനങ്ങൾ കുറെ കാലമെങ്കിലും ഒരു ഭീതിയുള്ള വിഷയമായി മാറിയത്? എങ്ങനെയാണ്? അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഈ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിൽ ആരാണ് അക്രമം അഴിച്ചുവിട്ടത്? രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? ഇപ്പോൾ ഉത്തരേന്ത്യയിൽ എന്താണ് നടക്കുന്നത്? ജയ് ശ്രീറാമാണ് പുതിയ ട്രെൻഡ്. അതായത് ഓരോ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു വിഭാഗീയത അല്ലെങ്കിൽ ഹിന്ദു വർഗീയ ശക്തികൾ എങ്ങനെയൊക്കെ ഏറ്റവും മോശമായി തന്നെ മറ്റു മതസ്ഥരോട് പെരുമാറാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പെരുമാറുകയാണ്. അതിനെതിരെ സംസാരിച്ചാൽ ചന്ദ്രനിലേക്ക് വിടുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. ശ്രീ രാഹുൽ ഈശ്വർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചന്ദ്രൻ നമ്മുടെ വീട്ടിനടുത്തുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും പോകാൻ. അതുകൊണ്ട് ശ്രീ ലാൽ പറഞ്ഞാൽ വിഷയമാണ്, പക്ഷെ അതൊരു സിംബോളിക് ആണ്. അതിനപ്പുറം ഇപ്പോഴത്തെ BJPയുടെ മുതിർന്ന കേന്ദ്രമന്ത്രി ഒരു വരി ഇപ്പോഴത്തെ BJPയുടെ മുതിർന്ന കേന്ദ്രമന്ത്രി, അത് സിംബോളിക് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ BJPയുടെ മുതിർന്ന കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലല്ലാ എന്ന് ചെറിയ പ്രായം മുതലേ ഞാൻ കേട്ട് വളർന്ന വ്യക്തിയാണ്, എന്റെ മനസ്സിലുള്ളതാണ് എന്ന്. ഞാനൊക്കെ ആണെങ്കിലും പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തികച്ചേ പറയാറ്. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വരതയും മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്, ഒരു ഗാന്ധിയൻ ചിന്തയുള്ള രാജ്യമാണ്. ശ്രീ നരേന്ദ്രമോദി അടക്കം ഏറ്റവും ഈ ബഹുസ്വരതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ തബ്രീസിന്റെ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങൾ സെലക്റ്റീവായി പറയുമ്പോൾ ചില ജനങ്ങൾക്ക് വിഷമമുണ്ടായവരെ കുറ്റം പറയാൻ കഴിയുമോ? ശ്രീ ലാൽ പറഞ്ഞ ഒരു കാര്യത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ലാൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി അവർ സെലക്റ്റീവ് ആകുകയാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം കാരണമാണ്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ എല്ലാവരുടെയും സ്വത്താണ്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ മാത്രമായി ചുരുങ്ങുന്നതിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാകും. അദ്ദേഹത്തെ പോലെ പല വിദേശ രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ ആദരം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെയും ആശയഗതിയുടെയും കൂടെ മാത്രം നിന്ന് ബാക്കിയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് പറയാതിരിക്കുന്നത് വിഷമമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എങ്ങനെ വർഗീയമായി? ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളാണ് ആദ്യമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നാണ് സ്വാമി അയ്യപ്പന് വേണ്ടി പോരാടിയത്. അതിലെവിടെയാണ് വിഭാഗീയത? അതിലെവിടെയാണ് വർഗീയത? അപ്പോ ഇതിനെ എല്ലാം മോശം ലൈറ്റിൽ അല്ലെങ്കിൽ മോശം ആംഗിളിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരു നാഥുറാം എന്ന് പറയുന്ന വ്യക്തിയാൽ കൊല്ലപ്പെട്ടപ്പോഴും ഹേ റാം പറഞ്ഞുകൊണ്ട് മരിച്ചതാണ്. അപ്പോ ഈ രാമൻ പോലുള്ള കൾച്ചറൽ സെന്റിമെന്റ്സ്, നമ്മുടെ ശബരിമലയുടെ പേര് വരുന്നത് ശ്രീരാമനിൽ നിന്നാണ്. ശ്രീരാമൻ ഒരു വനവാസിയായ ശബരിയെ കാണുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ എല്ലാവർക്കും വേണ്ടി നിൽക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പക്ഷപാതിത്വപരം എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുമ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ സെലക്ടിവിറ്റി പ്രശ്നമല്ല എന്ന് നമ്മൾ പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അതായത് എനിക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഭീഷണിപ്പെടുത്തി
ഇല്ലാതാക്കി കളയുമെന്നാണോ? ഭീഷണിയൊന്നും അല്ലല്ലോ. പിന്നെ ഭീഷണി അല്ലാതെ പിന്നെ എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ? നിങ്ങൾ കണ്ടിരുന്നോ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? രാജ്യത്തിന്റെ മക്കളാണ്. ഞാൻ വായിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ വീട്ടിന്റെ മുമ്പിൽ ഉപവാസം കിടക്കുമായിരുന്നു എന്ന വരികളൊക്കെ അതിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, രാമഭക്തനായ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഗാന്ധിയന്റെ വീടിന്റെ മുമ്പിൽ ഉപവാസം കിടക്കുമായിരുന്നു. കാര്യം ശ്രീരാമനെ മോശമെന്ന് കരുതുന്ന രീതിയിൽ, വിശ്വാസികൾക്ക് വ്രണപ്പെടുന്ന രീതിയിൽ ചില ആൾക്കാർ ചിത്രീകരിച്ചപ്പോൾ അതിന് കൂടെ നിന്നു എന്ന് പറയുന്നത്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള അഭ്യർത്ഥന, സാറിനെ പോലെ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ഒരാൾ, ലോകാരാധ്യനായ ഒരാൾ ഒരു പക്ഷത്തോട് മാത്രം ചേർന്ന് നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടായേക്കാമെന്ന് അദ്ദേഹം കൂടി മനസ്സിലാക്കണ്ടേ? പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ആരാണ് നിങ്ങൾക്ക് ഈ ശ്രീരാമന്റെ ഒക്കെ അട്ടിപ്പേർ അവകാശം തന്നിട്ടുള്ളത്? വിശ്വാസികളാണല്ലോ. ഞാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ ഈ ശ്രീരാമന്റെ വിശ്വാസികളാണെങ്കിൽ അദ്ദേഹത്തിന് ജയ് ശ്രീറാം ഒരു ഭീതമായ മന്ത്രമായി മാറുന്നു ഈ കാലഘട്ടത്തിൽ എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതി എന്ന് വെച്ച് എന്റെ വിശ്വാസത്തെ ഒന്നും അത് വ്രണപ്പെടുത്തുന്നില്ല. അപർണയുടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ആരും അട്ടിപ്പേർ അവകാശം ഞങ്ങൾ ആർക്കും തന്നിട്ടില്ല. അപർണ അടക്കം അടുത്ത തവണ ഇതിനുവേണ്ടി പ്രതിഷേധിക്കണം. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അപർണ അടക്കം മുന്നിട്ട് നിന്ന് വിശ്വാസികളെ നയിക്കാൻ വരണം. വിശ്വാസികളുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമല്ലേ വിശ്വാസിയാകൂ. വിശ്വാസത്തിൽ നിന്ന് മാറി നിന്ന് മനസ്സിൽ നിരീശ്വരവാദം വെച്ച് ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ. അപ്പൊ ശ്രീരാമനെ കുറിച്ച് ഒരു വിഷയം വരുമ്പോഴും മുമ്പിലോട്ട് വന്ന് ഞങ്ങളടക്കമുള്ളവർ ഓഫീസിൽ നിന്നുമാണോ ഞങ്ങൾക്ക് വിശ്വാസികളാണെന്നും വിശ്വാസം ഇതാണെന്നുമുള്ള സർട്ടിഫിക്കറ്റ് പതിച്ചു തരുന്നത്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഒരിക്കലുമല്ല, നേരെ തിരിച്ച് അപർണ നയിക്കുക. ഞങ്ങൾ അടക്കമുള്ളവർ അപർണയുടെ കൂടെ വന്ന് നിൽക്കാം. ശ്രീരാമനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അപർണ ശബ്ദം ഉയർത്തുക. അല്ലെങ്കിൽ ഈ കൊടുത്തിരുന്ന കത്ത് അതിൽ ജയ് ശ്രീറാം എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? റിഗ്രറ്റബിളി ജയ് ശ്രീറാം ഹാസ് ബിക്കം എ പ്രൊവോക്കേറ്റീവ് വാർ cry today that leads to law and order problems and many lynchings take place on its name. അതായത് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ശ്രീരാമൻ എന്നുള്ളത് വളരെ ഒരു സേക്രഡ് ആയ ഒരു നെയിമാണ്. ആ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിൽ എവിടെയാണ് ശ്രീരാമനെ അപമാനിച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരൂ, എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു വരിയാണ് പറഞ്ഞ അതിലെ പ്രശ്നം. അല്ല, ജയ് ശ്രീറാം ആകട്ടെ, ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ ആകട്ടെ, എവിടെയാണ് ശ്രീരാമനെ അപമാനിച്ചിരിക്കുന്നത്? എവിടെയാണ് ഈ കത്തിൽ ശ്രീരാമനെ അപമാനിച്ചിരിക്കുന്നത്? ഒരു വരി. ബി.ജെ.പി. സർക്കാർ ഭരിക്കുന്ന മണിപ്പൂരിലാണ് ആദ്യ ആന്റി മോബ് ലിഞ്ചിങ് ലോ വന്നത്. അപ്പോ ചില ആൾക്കാർ അത് ദുരുപയോഗം ചെയ്തേക്കാം. പക്ഷേ അതിന്റെ പേരിൽ ആ പ്രത്യേക വാക്യത്തെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതൊരു വാർ ക്രൈ ആയി എന്നൊക്കെ പറയുന്നത് വിഷമകരമല്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞാലും ഇത് പവിത്രമാണ്. ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇത് തന്നെയാണ്. അതായത് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, ജയ് ശ്രീരാമനെ അപമാനിക്കുന്നു, ഇതൊക്കെയാണ് വാദം. പക്ഷേ ഈ കത്തിൽ എവിടെയും ഞാൻ ശ്രീരാമനെ അപമാനിക്കുന്നതായി കണ്ടിട്ടില്ല. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് അവസാനമാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകം പാടില്ല എന്ന് പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ രാഹുൽ ഈശ്വർ എൻ്റെ സുഹൃത്തും കൂടെയാണ്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ജയ് ശ്രീറാം വിളിച്ചത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ശരിയാണ് എന്ന് ആരും കാണില്ല, താങ്കൾ ഉൾപ്പെടെ കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ജയ് ശ്രീറാം വിളി, അവിടെ ഒരു മുസ്ലിം പാർലമെന്റ് അംഗം സത്യപ്രതിജ്ഞയ്ക്ക് കയറുമ്പോൾ ജയ് ശ്രീറാം വിളിച്ച് പ്രവോക്ക് ചെയ്യുന്നു. എത്ര തരംതാണ ഒരു കാഴ്ചയാണ് ഇന്ത്യൻ പാർലമെന്റ് കണ്ടത്. കഴിഞ്ഞ 70 വർഷക്കാലം ഇല്ലാത്ത ഒരു സംസ്കാരം, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഇന്ത്യയുടെ പാർലമെന്റ് എത്തിപ്പെട്ടു നിൽക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണഘടനയിൽ
കുമ്പിട്ട് തല കുനിച്ചിട്ട് കയറി നിന്നിട്ട് സംഭവിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ തിരിച്ച അല്ലാഹു അക്ബർ എന്ന് വിളിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ധ്രുവീകരണം ഉണ്ടാകുന്നത്, പ്രവോക്ക് ചെയ്യുന്നു ഭരിക്കുന്ന. ഞാൻ ചോദിക്കുന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സെലിബ്രിറ്റി ഇത്തരത്തിലൊരു ഡയലോഗ് പറയുകയും ചെയ്തു ഈ കത്തുമായി ബന്ധപ്പെട്ട്, വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുകയല്ലേ നിങ്ങൾ എന്തിനാണ് ഇനിയും ഈ രാജ്യത്തെ ജനങ്ങളെ പ്രവോക്ക് ചെയ്യുന്നത്? ഇത്തരത്തിൽ വേണം, ജയ് ശ്രീറാം വിളിക്കണം എന്ന് മറ്റു മതത്തിൽപ്പെട്ടവരോട് എന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത്? ഇത്തരത്തിൽ ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്നത് എന്തിനാണ്? ഈ രാജ്യത്തിന്റെ മതേതരത്വം നശിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് BJPയുടെ നേതാക്കന്മാർ. അത്തരത്തിൽ ബാധ്യസ്ഥതയുള്ള ഒരാളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നാഥുറാം ഗോഡ്സെയുടെ പിന്മുറക്കാരൻ അദ്ദേഹം. നാഥുറാം ഗോഡ്സെയുടെ അതേ ജീനാണ് അദ്ദേഹത്തിലുള്ളത്. ഇവിടെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞ ശ്രീരാമനും ഇദ്ദേഹം പറയുന്ന ശ്രീരാമനും തമ്മിൽ എന്തൊരു അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഗോപാലകൃഷ്ണൻ പറയുന്ന ശ്രീരാം പൊളിറ്റിക്കൽ ശ്രീരാമനാണ്. ഈ ശ്രീരാമനെ വെച്ചാണ് ഇത്രയും വർഷക്കാലം BJP രാഷ്ട്രീയം കളിച്ചത്. ഈ അയോധ്യയുടെ പേര് പറഞ്ഞാണ് ഇത്രയും വർഷക്കാലം അല്പമെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭക്തരായിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞ BJPയിലേക്ക് ആനയിച്ചത്. ആ രാഷ്ട്രീയം ഈ രാജ്യത്തിന് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ശരി, ശ്രീ ലാൽകുമാർ, അതായത് ഡിവിഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ പാർലമെന്റിൽ കണ്ട കാഴ്ച, ജയ് ശ്രീറാം, ജയ് ഭീം, അല്ലാഹു അക്ബർ, ഇത്തരത്തിലുള്ള തക്ബീർ ധ്വനികൾ. അതായത് ഒരു ഭരണഘടനാ അല്ലെങ്കിൽ പാർലമെന്റ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നടന്ന കാഴ്ചകളായിരുന്നു ഈ കഴിഞ്ഞ സത്യപ്രതിജ്ഞ നടന്ന ദിവസങ്ങളിൽ ഉണ്ടായ വിഷയങ്ങൾ. അതായത് കൃത്യമായിട്ടും ധാരണയുണ്ട് ഈ ഡിവിഷൻ ഉണ്ടാകുന്നു, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഡിവിഷൻ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതിനെതിരെ ഒരു കൃത്യമായ ശബ്ദം ഉയരാത്തത് എന്തുകൊണ്ട്? ശബ്ദം ഉയർത്തേണ്ടത് ആരാണ്? നമ്മളെ പോലുള്ളവർ ഇവിടെ കിടന്ന് അലയ്ക്കുന്നില്ലേ? പക്ഷെ അത് കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രശ്നം. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുസ്ലിം ഐഡന്റിറ്റി പലപ്പോഴും ഇവർ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടത്. പാകിസ്ഥാനിലേക്ക് പോകുന്നു പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു സിംബോളിക് കാര്യമാണ്. എന്താണ് പാകിസ്ഥാൻ? പാകിസ്ഥാൻ നമ്മുടെ എനിമി സ്റ്റേറ്റ് ആണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്നവർ, അല്ലെ മോഡിജിക്കെതിരെ സംസാരിക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഈ രാഷ്ട്രം എന്ന് പറയുന്നത് അത് മോഡിജിയിലേക്ക് കൊണ്ടുവെക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ സംഭവിക്കുന്നത് ഹിന്ദുവായി നിൽക്കുക, ഹിന്ദു ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യുക, ആ ഹിന്ദു ഐഡന്റിറ്റിയെ ബേസ് ചെയ്ത് ഹിന്ദു ദേശീയത ഉണ്ടാകുക, ഹിന്ദു ദേശീയത ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ദേശരാഷ്ട്രം ഉണ്ടാകുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവിടെ ഹിന്ദു ദേശരാഷ്ട്രം എന്ന് പറഞ്ഞത് ഏകാത്മകമായ ഒരു കാര്യമാണ്. അവിടെ ബാക്കിയുള്ള മതസ്ഥർക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഹിന്ദുക്കളാണോന്ന്. മനസ്സിലായില്ലേ? രാഹുൽ ഈശ്വർ പറഞ്ഞതിനകത്ത് ബഹുസ്വരതയൊക്കെ പറഞ്ഞു. പക്ഷെ ബഹുസ്വരത പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലല്ല RSS സംഘപരിവാർ ശക്തികൾ പറയുന്നത്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞില്ല. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഏകാത്മകമായ ഒരു ശിലയിലേക്ക് ഈ ദേശരാഷ്ട്രത്തിന്റെ ചരിത്രത്തെ കൊണ്ട് ഒട്ടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഹിന്ദു എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾ വോട്ട് പിടിക്കാനും വോട്ട് പോളറൈസ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഹിന്ദു, നമ്മുടെ ആൾക്കാർ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും, ലിറ്ററസി തന്നെ വളരെ പുറകെ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഹിന്ദു ഐഡന്റിറ്റി മനസ്സിൽ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് മെജോറിറ്റേറിയനിസമായിട്ട് മാറും. കാര്യം എല്ലാ കാലത്തും ഹിന്ദു ഐഡന്റിറ്റി, എപ്പോഴാണ് നമുക്ക് ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആർക്കെങ്കിലും തോപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുമ്പം ഹിന്ദു മനസ്സ് ഒക്കും. ഇപ്പൊ അലി എന്ന ഒരു പേര് നമ്മൾ പറയുകയാണെങ്കിൽ, അലി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന അദ്ദേഹത്തിന്റെ മുസ്ലിം ഐഡന്റിറ്റിയാണ്. ഇങ്ങനെ പറഞ്ഞ് ഹിന്ദു വികാരം അഴിച്ചുവിട്ട് എല്ലാ കാലത്തും ഇത് ഭരിക്കാനുള്ള ഒരു ശ്രമമാണ്. പൊളിറ്റിക്കലായി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയം. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ഈ സമയത്ത്, അതായത് ശബരിമല വിഷയത്തെ പൊളിറ്റിക്കലായി ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നീട് BJP ചർച്ച ചെയ്തതൊക്കെ തന്നെയും. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കേരളം മനസ്സിലാക്കിയത്, ശബരിമലയെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രത്തെ പൊളിറ്റിക്കലായി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതേ രീതിയിൽ പോവുകയാണ് ജയ് ശ്രീറാം. എന്തായിരുന്നു ബാബുൽ സുപ്രിയ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ BJP അംഗങ്ങൾ എന്തിനാണ് ജയ് ശ്രീറാം വിളിച്ചത്? ഇത് അമ്പലമായിരുന്നോ? അല്ലല്ലോ, അതൊരു പാർലമെന്റ് ആയിരുന്നു. ആ പാർലമെന്റിൽ ബാബുൽ സുപ്രിയ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജയ് ശ്രീറാം വിളി ഉയരുന്നു. OIC സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്തിനാണ് BJP അംഗങ്ങൾ ജയ് ശ്രീറാം വിളിച്ചത്? ഉത്തരമുണ്ടോ BJPക്ക് ഇതിനൊക്കെ?
രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എടുക്കുന്ന സമീപനം വളരെ പ്രധാനമാണ്. ദീപ്തി മേരി വർഗീസ് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു ഇന്ത്യക്കാരനും മോബ് ലിഞ്ചിങ്ങിനെ അനുകൂലിക്കാൻ കഴിയില്ല. എല്ലാവരും ശക്തമായി എതിർക്കുന്നതാണ്. ഇന്നലെ കൂടി ദേശീയ ചാനലിൽ ഇരുന്ന് അതിശക്തമായി ഇതിനെ എതിർക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലല്ലേ പാർലമെന്റ്. ആ ശ്രീകോവിലിൽ തന്നെ ജയ് ശ്രീരാമും അല്ലാഹു അക്ബറും ഒക്കെ വന്നോട്ടെ. ഒന്നിനെയും ഒഴിവാക്കുന്ന സമീപനം എടുക്കണ്ട. ഇതൊരു മതേതര ഇന്ത്യയാണ് ശ്രീ രാഹുൽ ഈശ്വർ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതൊരു മതേതര രാജ്യമാണ്. ആ രാജ്യത്ത് നടക്കേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ എന്താ പറയുന്നത്? ഇതിനു മുമ്പ് എത്ര സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്? 17ാമത്തെ ലോക്സഭയാണ്, 17ാമത്തെ ലോക്സഭാ സമ്മേളനമാണ് ഇപ്പോൾ ആരംഭിച്ചത്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ജയ് ശ്രീറാമും തക്ബീർ ധ്വനികളും പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് സംഘപരിവാർ ഭരിക്കുമ്പോൾ, ബിജെപി ഭരിക്കുമ്പോൾ ഈ തക്ബീർ ധ്വനികളും ജയ് ശ്രീറാമും പാർലമെന്റ് മന്ദിരത്തിലേക്ക് വന്നത്? അല്ല അപർണ, മതേതരത്വത്തെ തെറ്റായി മനസ്സിലാക്കുന്നുകൊണ്ടാണ്. നമ്മുടെ മതേതരത്വം മതനിരാസമല്ല. ഈശ്വരല്ല തേരോനാം എന്ന പുതിയൊരു വരി രഘുപതി രാഘവ രാജാറാമിൽ എഴുതി ചേർത്ത ഒരു രാഷ്ട്രപിതാവുള്ള നാടാണ് നമ്മുടേത്. അല്ലാഹുവിനെയും രാമനെയും അലിയെയും അല്ലെങ്കിൽ രാമനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമീപനം എടുത്ത രാഷ്ട്രപിതാവിനെയാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദി അടക്കം എല്ലാവരും മാതൃകയാക്കുന്നത്. അവിടെയാണ് പാർലമെന്റിൽ വ്യത്യസ്ത ധാരകളിൽ ഒരുപക്ഷെ വന്നേക്കാം, പക്ഷെ അങ്ങനെ വരുന്നതിനെ അസഹിഷ്ണുതയോടെ കണ്ട് മതേതരത്വം തകരുന്നു എന്ന് പറയണ്ട. ബോലോ തക്ബീർ അല്ലാഹു അക്ബർന്നോ ഇൻഷാ അല്ലാഹെന്നോ അല്ലെങ്കിൽ ജയ് ശ്രീറാമെന്നോ ജയ് മാ കാളിയെന്നോ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്തിനാണ് ജയ് ശ്രീറാമും ജയ് ഭീം വിളികളും മുഴങ്ങിയത് പാർലമെന്റിൽ? ശ്രീ രാഹുൽ ഈശ്വർ, എന്തിനാണ് ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജയ് ശ്രീറാമും ജയ് ഭീം വിളികളും പാർലമെന്റിൽ ഉയർന്നത്? ലെഫ്റ്റ് ലിബറൽ എടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ജയ് ശ്രീറാമും ജയ് ഭീമും ജയ് മാ കാളിയും ഇൻഷാ അല്ലാഹയും അല്ലാഹു അക്ബറും ഹെയിൽ മേരിയും ജീസസ് ക്രൈസ്റ്റും ഉണ്ടായിക്കോട്ടെ. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ്? നമ്മുടെ രാജ്യം എല്ലാ മതങ്ങളും കൊണ്ടുവരുന്ന ഒരു മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഒരു മെൽറ്റിംഗ് പോട്ടാണ്. അതിന്റെ ഭാഗമായി എല്ലാം വരുന്നതിനെ നമ്മൾ ഈ പാർലമെന്റ് എന്താണെന്ന് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാകുന്നില്ല എന്ന് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ശ്രീ ദീപ്തി മേരി വർഗീസ്, താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ത്യ എന്ന മഹാസത്യത്തിൽ ഉരുകിച്ചേരണമെന്ന സമീപനം എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഇല്ലാതാകൂ. അതുകൊണ്ട് ജയ് ശ്രീറാം പറഞ്ഞാൽ ഒരു മുസ്ലിം സഹോദരന് പ്രൊവോക്ക് ചെയ്യുമെന്ന് കരുതണ്ട. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പ്രൊവോക്ഡ് ആവും ഒരു ഹിന്ദു. പറയേണ്ടത് അവിടെ ആയിരുന്നില്ല, പറയേണ്ടത് ആ സമയത്തുമായിരുന്നില്ല. നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. റൈറ്റ് ടൈം ഉണ്ടല്ലോ, ഈ റൈറ്റ് ടൈം ആയിരുന്നില്ല, അത് റൈറ്റ് പ്ലേസും ആയിരുന്നില്ല. ദീപ്തി ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെയുള്ള ഒരു പ്രശ്നം, താങ്കളുടെ വിശാലമായ ചിന്താഗതി, ലിബറൽ ചിന്താഗതി ഞാൻ അംഗീകരിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവും ബുദ്ധനും അതുപോലെ ജയ് ശ്രീറാം വിളികളും എല്ലാം ഉണ്ടാകട്ടെ. അങ്ങനെ ആയിരുന്നല്ലോ ഇന്ത്യ, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിക്ക് അതീതമായി, മതത്തിനതീതമായി, അല്ലെങ്കിൽ ഭാഷയ്ക്ക് അതീതമായി ഇന്ത്യ എന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ അതാണ്. ഈ നിങ്ങൾ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഉണ്ട്, നിങ്ങൾ പറഞ്ഞ വിവിധങ്ങളായ ജാതി മതങ്ങളുണ്ട്, പക്ഷേ അതിനുള്ളിലുമുള്ള ഒരു യൂണിറ്റി ഉണ്ടല്ലോ. ആ യൂണിറ്റി കാണിക്കേണ്ട സ്ഥലമാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മത്സരിച്ച് യേശുക്രിസ്തുവിനും ജയ് ശ്രീരാമിനും അള്ളാഹുവിനും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിളിക്കാൻ തുടങ്ങിയാൽ മുദ്രാവാക്യം വിളികൾ മുഴങ്ങണം പാർലമെന്റിനകത്ത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, ആശയത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് അത്തരത്തിലായിരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യം പോയത്, ഇന്ത്യയുടെ ഭരണം സ്ഥിരാകേന്ദ്രം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനു പകരം മതത്തിന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ ജാതി മതം എന്ന് പറയുന്നതും ആശയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ സെൻസിറ്റീവാണ്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ, ഓരോരുത്തരുടെ മനസ്സിലുള്ള ഭക്തിയുടെ ഭാവമാണ്. താങ്കൾക്ക് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാമരാജ്യം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വർഗരാജ്യവും ഖലീഫ ഉമറുടെ സ്വപ്നരാജ്യവുമാണ് എന്ന് പറഞ്ഞ് സമന്വയിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ പാതയല്ലേ കോൺഗ്രസ് പാർട്ടി അടക്കം എടുക്കേണ്ടത്?
എന്തിനെങ്കിലും മാറ്റി നിർത്തി നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ല കഴിയുമോ? രാഹുൽ ഈശ്വർ, അപ്പൊ ഈ വിഷയങ്ങളെ ക്രോഡീകരിച്ച് സമന്വയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒന്നിനെയും മാറ്റി നിർത്തുന്നതല്ലല്ലോ ഇന്ത്യയുടെ മതേതരത്വം. ശരിയാണോ? ഒന്നിനെയും മാറ്റി നിർത്തുന്നതല്ല ഇന്ത്യയുടെ മതേതരത്വം. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. എല്ലാം ഒരുപോലെ ഉണ്ടാവണം. എല്ലാ ജാതിയും മതവും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ വ്യത്യസ്തത കാണിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനെയും മാറ്റി നിർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമായിരിക്കും. ജാതി വേണ്ട, മതം വേണ്ട, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒന്നും വേണ്ട എന്ന് പറയുന്നത് അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ ജാതി മതങ്ങളും വേണം. പക്ഷേ അതിനർത്ഥം ഏതെങ്കിലും ഒരു ജാതിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല. അതാണ് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ BJP എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ BJP ചെയ്യുന്നത് അവരിപ്പോഴും പിന്തുടരുകയാണ്. ആ സ്ട്രാറ്റജിയുടെ വിജയമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ വിജയിച്ചിരിക്കുന്നത് ജാതിയുടെ പേരിലുള്ള വിജയമല്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത്? അവർ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ്? അവർക്ക് മറ്റ് രാഷ്ട്രീയം എന്തായിരുന്നു ജനത്തിന്റെ മുൻപിൽ വയ്ക്കാനുള്ളത്? ഈ കേരളം ഒഴിച്ചുള്ള മറ്റ് ഏത് സംസ്ഥാനത്ത് ചെന്നാലും നമ്മുടെ ജാതിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ് BJPയുടെ നേതാക്കന്മാർ. അല്ല എന്ന് താങ്കൾക്ക് അന്വേഷിച്ച് അത് സത്യമാണെന്നുള്ളത് താങ്കൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും. ഇത് താങ്കളോടുള്ള ഒരു ഡിബേറ്റ് ആയിട്ടല്ല ഞാനിത് പറയുന്നത്. ഇത് ഈ രാജ്യത്ത് സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് ജയ് ശ്രീറാം വിളിക്കണം എന്ന് പറഞ്ഞ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത്, അല്ലെങ്കിൽ ആളുകളെ കൊല്ലുന്നത്, നമ്മുടെ ചെറുപ്പക്കാരെ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത്. ഇതൊന്നും ശരിയായ ഒരു പ്രവണതയല്ല. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഈ രാജ്യത്ത്. അത് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹമെങ്കിലും അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ അത്തരം ആശയങ്ങൾ വേണം ഉരുത്തിരിയാനെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ആകട്ടെ. എന്തായാലും ജയ് ശ്രീറാം വിളികൾ ഈ രാജ്യത്ത് മുഴങ്ങുമ്പോൾ അതൊരു ഭീതിയുടെ സ്വരത്തിലാകരുത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരെ ആശയ സംവാദത്തിന് ക്ഷണിക്കാതെ ഇത്തരത്തിലുള്ള ഭീഷണികൾ അതൊരിക്കലും ഭൂഷണവുമല്ല, അതൊരു പാർട്ടിക്കും. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ടീം വർഗീസ്, രാഹുൽ ഈശ്വർ, ലാൽകുമാർ. ചർച്ചയിൽ പങ്കെടുത്തതിന് എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.